ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കിന്ന് ഏറ്റവും നമ്മളെ അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ട് ചില രോഗങ്ങൾ എല്ലാവരെയും അലട്ടുന്ന ഒരു വല്ലാത്ത പ്രശ്നമാണ്. എപ്പോഴാണ് രോഗത്തിൻ്റെ പിടിയിൽ ചെന്ന് പെടുന്നതെന്ന് നമുക്ക് പറയാനൊക്കെയല്ല. അതുകൊണ്ട് അതിൻ്റെ ചെലവും അതിൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ നൊമ്പരങ്ങളും എല്ലാം കൂടെ നമ്മളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ രോഗങ്ങൾ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പണ്ട് കാലത്ത് ആട്ടിടയന്മാർ കൂട്ടം തെറ്റിപ്പോകുന്ന ആടിനെ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരതിൻ്റെ വലതുവശത്തെ മുൻകാല് ഒടിച്ചിട്ട് കെട്ടിവെച്ച് സുഖപ്പെടുത്തും. അങ്ങനെ കെട്ടിവെച്ച് സുഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ആട് പിന്നെ ഇടയനെ വിട്ട് എങ്ങും പോകത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക തത്വം ആടിനുണ്ട്. ഈ പട്ടിയും അതുപോലെ പൂച്ചയൊക്കെ ആണെങ്കിൽ കുറേ ദൂരം കൊണ്ട് നമ്മൾ കളഞ്ഞാൽ പോലും അത് തിരിച്ചു വരും. പക്ഷേ ആടിന് ഒരല്പ ദൂരം പോയി കഴിഞ്ഞാൽ തിരിച്ചിടേൻ്റെ അടുത്തേക്ക് വരാനുള്ള കഴിവ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകമായ ഈ ഒരു വിഷയം വെച്ച് നമുക്കൊരു ആത്മീയ ചിന്തയിലൂടെ കടന്നു പോകാം. എന്ന് പറഞ്ഞാൽ വലിയ ആത്മീയതയിലൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് നിന്ന മനുഷ്യർ പെട്ടെന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല, പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് കയറി എന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ആത്മീയത അങ്ങ് വിട്ടുകളയും. വലിയ മാനസികമായ ഒരു പിന്മാറ്റത്തിലേക്ക് അവർ എത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കർത്താവിൻ്റെ വകയായിട്ട് വരുന്നതായിരിക്കാം ചില രോഗങ്ങൾ, ചില ദുഃഖങ്ങൾ, ചില അപമാനങ്ങൾ, ചില കഷ്ടപ്പാടുകൾ, ചില കടബാധ്യതകൾ. ഇതെല്ലാം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലാസർ മരിച്ചു. ഇത് അധിക ദൂരത്തൊന്നുമല്ല അന്നേരം യേശുവമ്പുരാനുള്ളത്, അധിക ദൂരത്തൊന്നുമല്ല, അല്പം അടുത്ത് തന്നെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അറിഞ്ഞും കാണും. ലാസർ മരിച്ചിട്ട് 3-ാം ദിവസം കഴിഞ്ഞിട്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവ്. അതിൻ്റെ കാരണം നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാനാണ്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ രോഗശയ്യയിൽ കിടക്കുന്ന ലാസറിനെ സുഖപ്പെടുത്തിയാൽ നിങ്ങളുടെ വിശ്വാസം ഇത്രയേറെ ഉറക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ പല രോഗങ്ങളും ഇങ്ങനെ വന്ന്, ചില രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, യേശുവമ്പുരാൻ പറയുന്നുണ്ട്, ചില രോഗങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മത്തായി 9 പറയുന്നത്, ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷം യേശുവമ്പുരാൻ പറയുന്നുണ്ട്, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയും ചില രോഗങ്ങൾ നമുക്ക് വരാം. ഈ കാലത്ത് കേൾക്കുന്ന ഒന്നാണ്, മതമുള്ളിടത്ത് തീർച്ചയായിട്ടും സമാധാനം ഇല്ല എന്ന്. എന്തുകൊണ്ട്? അതും നമ്മളൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മതമുള്ളിടത്ത് സമാധാനം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മതത്തിൻ്റെ പിൻബലത്തിൽ മനുഷ്യന് മല്ലടിക്കാനുള്ളൊരു പ്രവണത ഉണ്ട്. അതിൻ്റെ ബലത്തിൻ്റെ മല്ലടിക്കാനുള്ള പ്രവണതയുണ്ട്. കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ കൃപയാണ് നിഷ്കളങ്കമായ ഒരു ഹൃദയം. ഏതൊരു മതവും അത് നമ്മളെ അനുശാസിക്കുന്നുണ്ട്. അതിൽ നിറയെ മാലിന്യം വലിച്ചു കൂട്ടി വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയും നമ്മൾ രോഗങ്ങൾക്ക് അടിമയാകാറുണ്ട്. ഷേക്സ്പിയർ പറയുന്നുണ്ട്, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തേക്കാൾ ശക്തമായ ഒന്നും ഈ ലോകത്തിൽ ഇല്ല എന്ന്. ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്, എല്ലാറ്റിനും പരാതി പറയുന്ന രീതിയാണോ നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ പരാതി പറയുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടോ? എന്തിനും പരാതി പറയും, എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടല്ലേ, ഞാൻ ഒരുപാട് പള്ളിയിൽ പോയിട്ടല്ലേ, ഞാൻ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യം ചെയ്തിട്ടല്ലേ, ഞാൻ ഉപവസിച്ചിട്ടല്ലേ, നോമ്പ് നോക്കിയിട്ടല്ലേ, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ദൈവത്തോട് പരാതിയാണ് പറയുന്നത് മുഴുവൻ. ഒരു നന്ദിയുമില്ല. നിന്നെ ഇന്ന് നിലനിർത്തിയിരിക്കുന്ന കൃപയെ ഓർത്തൊരു നന്ദി പറയാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് നന്ദി പറയാൻ, നമുക്ക് കിട്ടിയ നന്മകളെ ഓർത്ത് സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരു നല്ല വാക്ക്, ഒരു സ്തുതി, ഒരു മഹത്വം, ഇതെല്ലാം നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് കർത്താവിന് വലിയ ആളാകാനൊന്നും അല്ല. എന്തുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ഒരു നന്ദിയോ നല്ല വാക്കോ സ്തുതിയോ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ തീർച്ചയായിട്ടും കണക്കിടുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കും? അതുകൊണ്ട് കർത്താവിൽ ഒന്നും സാധിക്കാനല്ല, നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കർത്താവ് പ്രതീക്ഷിക്കുന്നത് തന്നെ. കർത്താവ് കാണിക്കുന്ന അതിലൂടെ അങ്ങനെ പോയാൽ മാത്രമേ കർത്താവിന് മനസ്സിലാകത്തുള്ളൂ നമ്മളെങ്ങനെ എന്നുള്ളത്. നാം കർത്താവിന് നൽകുന്ന സ്തുതി, നന്ദി, മഹത്വം, ഇതെല്ലാം കർത്താവ് കണക്കിലിടും. അതിലൂടെയാണ് നമ്മെ വിലയിരുത്തുന്നത്.
നമ്മൾ ചിലരെയൊക്കെ കേട്ടിട്ടില്ലേ, ദൈവമാതാവിനോളം ഉയരാൻ അവർക്ക് ഇഷ്ടമാണ്. ഞാൻ മാതാവിൻ്റെ ആളാണെന്ന് അല്ലെങ്കിൽ മാതാവിനെ പോലെ എന്ന് പറയാൻ പോലും പലർക്കും ഒരു മടിയില്ല. പക്ഷേ ഒന്നാലോചിച്ച് നോക്കണം, ദൈവമാതാവിനെ പോലെ എന്ന് പറയുന്ന വ്യക്തി ഒന്നാലോചിക്കണം. നിങ്ങളുടെ ഏക മകനെ 33-ാമത്തെ വയസ്സിൽ ഇങ്ങനെ പീഡനം അനുഭവിച്ച് കഷ്ടപ്പെടുത്തി കുരിശിൽ തറച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളതെങ്ങനെയായിരിക്കും എടുക്കുന്നത്? നിങ്ങൾക്ക് സമ്മതമാണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മാതാവിനോളം ഉയരണം. പക്ഷേ കിട്ടേണ്ടത് എന്താണ്? കഷ്ടതയൊന്നുമല്ല, പ്രയാസങ്ങളൊന്നുമല്ല, സമ്പന്നത മാത്രം. അപ്പോൾ ഒരു മകൻ്റെ കുരിശിൻ ചൂട്ടിൽ നിൽക്കുന്ന അമ്മയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പരാതിയും അമ്മ പറയുന്നില്ല. ആ കുരിശിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ അമ്മയ്ക്ക് ഹൃദയം പൊട്ടുന്ന 4 ഡയലോഗ് പറയാമായിരുന്നു. കാരണം തൻ്റെ മകൻ ഒരു കുറ്റവും ചെയ്തിട്ടുള്ള വ്യക്തിയല്ലെന്ന് എല്ലാവർക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. ആ കാലത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്. അമ്മയുടെ ഡയലോഗ് ഏറ്റേനെയായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? സ്ത്രീകൾക്ക് ശക്തമായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലമായിരുന്നു അത്. എന്നാൽ നമ്മൾ പ്രത്യേകിച്ചോണം, എത്ര മഹത്തായ സ്ത്രീകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരു സ്ത്രീ പോലും ആ കിട്ടിയ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്ന് എല്ലാത്തിനും പരാതിയാണ്, എല്ലാവർക്കും എപ്പോഴും. ഈ പരാതി കർത്താവിന് ഇഷ്ടമുള്ളതല്ല എന്ന് നമ്മൾ കാണണം. ഒരിക്കലും ഈ പരാതിയിൽ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഏറെ പരാതിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക, നമ്മളെ തന്നെ ഒന്ന് പരിഗണിക്കുക. അല്പസമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക. നമ്മുടെ കുറവുകളൊന്ന് കണ്ടെത്തുക. അല്ല, ചില കുറവുകൾ കണ്ടെത്തുക എന്ന് പറയാൻ ചിലർ വിചാരിക്കും ഞാൻ ഏറെ നീതിമാനാണ് എന്ന്. ഈ നീതിമാനായിട്ടുള്ളവരുടെ അവസ്ഥയിലാണെങ്കിൽ പോലും സഭാപ്രസംഗി 3:17 ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, ഒരുപോലെ ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? സഭാപ്രസംഗി 2:26 പറയുന്നു, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കും. നമ്മൾ ശരിക്കും തനിക്ക് പ്രസാദം വരുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്ദി, സ്തുതി, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ കൂടെയാണ് തനിക്ക് പ്രസാദം വരുന്നത്. അപ്പോൾ ആ പ്രസാദമുള്ള മനുഷ്യന് മാത്രമേ തീർച്ചയായിട്ടും ജ്ഞാനവും അറിവും സന്തോഷവും ദൈവം കൊടുക്കത്തുള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ, ചിലർ പറയും ഒന്നുമില്ല, ഒന്നുമില്ല, എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു പറയും ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന 1000 സങ്കടങ്ങൾ അവർക്ക് കാണും. അതുപോലെ തന്നെ അവർക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, സമയം താമസിക്കും തോറും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന പ്രതിഫലം അതിനേറെ ശ്രേഷ്ഠമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രാർത്ഥന താമസിച്ചു പോകുന്ന, പ്രതിഫലം താമസിച്ചു പോകുന്ന, അല്ലെങ്കിൽ കർത്താവ് കേട്ട് താമസിച്ചു പോയെങ്കിലും പ്രതിഫലം വളരെയേറെയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാനാണെന്നുള്ള ഒരു നിശ്ചയം നമുക്കുണ്ടാവണം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. ഓടിച്ചെന്നങ്ങ് രക്ഷ പ്രാപിക്കുന്നവനല്ല, പ്രയാസപ്പെട്ടേ രക്ഷപ്പെടത്തുള്ളൂ. ദൈവമാണ് നട്ടത്. ഒരു കാലത്തും ഒരു പേമാരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്റിനോ കോളിനോ ഒന്നും ആ വേരിനെ ഇളക്കാൻ സാധിക്കുകയില്ല. അവസാനം ഒരു വാചകം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരനും ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ പഠിക്കാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. അവൻ വളരെ മിടുക്കനായിട്ട് പഠിച്ചു, റാങ്കോടുകൂടി പാസ്സായി. എന്നിട്ട് അവനിപ്പോൾ ഒരു വലിയ കമ്പനിയിൽ വലിയ ശമ്പളം വാങ്ങിക്കുന്നവനായിട്ടിരിക്കുന്നു. പക്ഷേ ഒന്ന് നിങ്ങൾ ഓർക്കണം, ആ കമ്പനിയുടെ മുതലാളി ഞാനാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.